ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് സെലോഫിൻ ഷീറ്റ് കട്ട് ചെയ്ത് അതിൻ്റെ കറക്റ്റ് അളവ് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിൽ വന്നിട്ടുള്ളത് ഒരു മോഡലൊരു പാറ്റേണിലും 4 ഷീറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മാത്രമാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളത്. അപ്പോൾ എടുത്ത ഒരു ഷീറ്റ് നേരെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 23 ഇഞ്ചും വിഡ്ത്ത് വരുന്നത് 15 ഇഞ്ചുമാണ്. അപ്പോൾ നേരെ ഫോൾഡ് ചെയ്ത ശേഷം അതിനെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. നെക്സ്റ്റ് ആ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത ഷീറ്റിനെ രണ്ടാമത് മടക്കുക. അപ്പോൾ രണ്ടാമത് മടക്കിയിട്ട് അതും കൂടി കട്ട് ചെയ്യാം. വീണ്ടും മൂന്നാമത് കൂടി ഒരു ഫോൾഡും കൂടി ചെയ്ത ശേഷം അതിനെ വീണ്ടും കട്ട് ചെയ്യാം. അപ്പോൾ ചെറിയ ഷീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു സെലോഫിൻ ഷീറ്റ് കട്ട് ചെയ്തിട്ട് എനിക്ക് 8 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. 8 കോണിലെ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെലോഫിൻ ഷീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സെലോഫിൻ ഷീറ്റ് എത്രയാണ് മെഷർമെൻറ്റ് കാണാം. അപ്പോൾ അത് കിട്ടിയിട്ടുള്ളത് ലെങ്ത്ത് 8 ഇഞ്ചും വിഡ്ത്ത് 5.5 ഇഞ്ചുമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് സെലോഫിൻ ഷീറ്റ് കോണി ആക്കി വെക്കുന്നത് നോക്കാം. അപ്പോൾ കോണിൽ നിന്ന് നോക്കാം. അതിന് വേണ്ടത് ഇപ്പോൾ സെലോഫിൻ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കട്ട് ചെയ്തത്. പിന്നെ വേണ്ടത് ഒരു പിന്നാണ്. അപ്പോൾ ഹോളിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് കോൺ വരാൻ വേണ്ടി ചെറിയ പിന്നാൻ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് ടേപ്പാണ്. അപ്പോൾ ടേപ്പ് നല്ല പശയുള്ള ടേപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കോണിൻ്റെ ആ പേപ്പറിൻ്റെ ലെങ്ത്തിൻ്റെ 3/4 ഭാഗത്ത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് ആ സൈഡ് അതിൻ്റെ റൈറ്റ് സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടിരിക്കുക. അപ്പോൾ റോൾ ചെയ്ത് എടുക്കുമ്പോൾ ചെറിയൊരു ഹോൾ വരും. അപ്പം റോൾ ചെയ്തുകൊണ്ട് നിൽക്കുക. വീഡിയോ കാണുന്നത് പോലെ ചെയ്യുക. അപ്പോൾ ആദ്യം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായത്. എന്നിട്ട് ആ ഹോളിലേക്ക് ആ പിന്ന് നമ്മൾ എടുത്ത് വെച്ച് ആ പിന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ പിൻ ടൈറ്റായി വരുന്നത് വരെ കോണിൻ്റെ ഉള്ളിലുള്ള ഷീറ്റിൻ്റെ ഉള്ളിലത്തെ ഭാഗം പുറത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിൻ ടൈറ്റാവും. വീഡിയോയിൽ ശരിക്കും ക്ലിയറായിട്ട് വന്നിട്ടില്ല, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ടൈറ്റായിട്ട് വരും. കോണിൻ്റെ ഉള്ളിൽ നിന്നുള്ള പേപ്പർ പുറത്തേക്ക് വലിക്കുമ്പോൾ തന്നെ പിന്നെ ടൈറ്റായിട്ട് വരും. അപ്പോൾ അതാണ് കറക്റ്റ്. അപ്പോൾ ആ കോണിൽ കാണുന്ന ട്രയാങ്കിളിൽ കാണുന്ന ആ ഭാഗത്ത് ടാപ്പ് ഒട്ടിക്കണം. അങ്ങനെ സെക്യൂറായിട്ട് ആ പിന്നെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് തന്നെ അത് ലൂസാക്കാതെ തന്നെ പിന്നെ അവിടെ വെച്ചിട്ട് തന്നെ ടാപ്പ് അവിടെ ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് അതേപോലെ തന്നെ നമ്മൾ കോൺ റോൾ ചെയ്ത പോലെ തന്നെ ടാപ്പിനെയും അതേ സൈഡിലേക്ക് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ സ്റ്റിക്കായിട്ട് കിട്ടും. പിന്നെ ബാക്കിയുള്ള ഓപ്പണായിട്ട് നിൽക്കുന്നത് നമ്മൾ കാണുന്ന ഭാഗത്തൊക്കെ ഇത് ടാപ്പ് ഒട്ടിച്ച് സെക്യൂർ ആക്കി കൊടുക്കുക. അപ്പം എന്നെ പുറത്ത് വരാൻ ചാൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചില ആളൊന്നും ചെയ്യില്ല, പക്ഷെ ഞാനത് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒരു ഇത് തോന്നും, ലീക്കാകുന്നതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഉള്ളിൽ കാണുന്ന സൈഡിൽ വരുന്ന ഓപ്പണായിട്ട് നിൽക്കുന്ന ഭാഗവും നിങ്ങൾക്ക് ഓപ്പണാക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഉള്ളിലത്തെ ആ ഭാഗത്ത് ഞാൻ ചെറിയൊരു ടാപ്പ് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഹെന്ന അത് ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഗ്യാപ്പിലൂടെ പോകാതെ വെക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ പിന്നെ ഊരി മാറ്റുക. അപ്പോൾ നെക്സ്റ്റ് ബാക്കിയുള്ള പേപ്പേഴ്സും കൂടി റോൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാനെല്ലാം റോൾ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കാമെന്ന്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഷീറ്റും ഞാൻ റോൾ ചെയ്തിട്ടുണ്ട്, കോണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഷീറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള 8 പീസാണ്, 8 കോൺസാണ്. ഞാൻ 2 ഷീറ്റ് കട്ട് ചെയ്ത് 16 കോൺസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കനും കൂടി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ഇനി നെക്സ്റ്റ് കോണിൽ മെഹന്ന ഫില്ല് ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.